ചെറിയൊരു കരിയർ ഗ്യാപ്പിന് ശേഷം ഒരു പുതിയൊരു സ്ഥലത്ത് ജോലിക്ക് കയറി. അവിടുന്ന് റാഷിലേക്ക് ഇൻകം വന്നു തുടങ്ങി. എന്താണ് റാഷിലേക്ക് അതിനുശേഷം ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കല്യാണം കഴിക്കുന്ന മുന്നേ ഫാദർ, അതിനുശേഷം ഹസ്ബൻഡ്. ഇതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് ടൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടൈം ഉണ്ടാവും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ മകനോ മകളായിരിക്കും നമ്മളെ നോക്കുന്നുണ്ടാവും. ഈ ടൈമിൽ നമുക്കായിട്ട് നമുക്ക് എന്തെങ്കിലും വേണ്ടേ. ഇപ്പോൾ ഞാൻ പറയാൻ വെരി ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ ജോലി എടുത്തിട്ട് ചെറിയ സംഭവമാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിത് വലിയ സംഭവമാണ്. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പോയി എനിക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് ഞാൻ ജോലി എടുത്തിട്ട് എനിക്ക് എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സംഭവം വാങ്ങിയിട്ടുണ്ട്. ഇത് എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ജോലി എടുത്തിട്ട് ആദ്യമായിട്ട് വാങ്ങിയത് കൂടെ ഞാനുണ്ടായിരുന്നു. വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ജോബിനാണെങ്കിൽ ഒരുമിച്ച് ഇറങ്ങിയത്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോകുമ്പോൾ എന്നെ ഫസ്റ്റ് വിളിച്ചു, എനിക്കിങ്ങനെ ഇത്ര പൈസ കയ്യിൽ വന്നിട്ടുണ്ട്, എനിക്കൊരു സാധനം വാങ്ങിക്കണം. ഗോൾഡ് സേവിങ്സ് ആണ്, ഇങ്ങനെയാണ് നമ്മൾ സേവിങ്സ് ആക്കി. പെൺകുട്ടികൾക്ക് ഗോൾഡാണ് സേവിങ്സ്. അപ്പൊ അവൾ അതിനെ ആദ്യം വാങ്ങിയിട്ടു. എപ്പോഴും അവൾക്ക് ഓർക്കാൻ എന്റെ ഫാദർ എനിക്ക് വാങ്ങിത്തരും, എന്റെ ഹസ്ബൻഡ് വാങ്ങിത്തരും. അതല്ല, അത് ശരിയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല, എനിക്കിത് ഭയങ്കര സംഭവമാണ്. റാഷിൽ ഇത് പറയുമ്പോൾ നമ്മൾ അതിലേറെ പ്രൗഡാണ്. നമ്മളെവിടെ ഒരു കുട്ടി പഠിച്ചിട്ട് കുട്ടി സ്വന്തമായിട്ട് ലൈഫിലൊരു സംഭവം അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർ പ്രൗഡാണ് നിങ്ങളൊക്കെ. അതെ.